വെള്ളപ്പാത്രത്തോടുണ്ട്. ഭയങ്കര പേടി കേട്ടോ. ആ സോള പെരിപ്പിക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരത്തെ നമ്മളെന്തായാലും ഇവരെ കുട്ടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ വേണ്ടിയിട്ടുള്ള സെറ്റാണ്. നമ്മളെ അസോള ഏകദേശമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം കട്ടായിക്കണം. അപ്പം നമുക്കിത് കൂടുതലാക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഇതാ നമ്മളെ കോഴികൾക്ക് കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യാണ് വേറെ നമ്മൾ സെറ്റാക്കുകയാണ്. അപ്പോൾ ഈ അസോളിനെ നശിപ്പിക്കുന്ന സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം. ഇതുണ്ടോ ഡക്ക് വീഡ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തന്നെ ഇതിൽ പെടുന്നത് നോക്കണം. അത് പെടുമ്പോഴാണ് നമ്മൾ ഈ അസോള നാശമായിട്ട് ഇത് നന്നായിട്ട് തന്നെ ഉണ്ടായി വരിക. അപ്പോൾ എന്തായാലും അത് നമ്മൾ മൊത്തം പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവരേ എന്താലാക്കാന്ന് കരുതിയിട്ടാണ്. അപ്പം ഇത് കണ്ടോളൂ, കഴിക്കണോ കഴിക്കോളൂ. സാധനം ആ സോള പെരിപ്പിക്കാൻ തീരുമാനിച്ചു. വേനൽക്കാലല്ലേ, അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് ചിലവ് കൂടും. എണ്ണം കൂടുന്നതനുസരിച്ച് ചിലവ് കൂടും. അപ്പോൾ ഇനി നമ്മൾ കുട്ടികളൊക്കെ വിരിയിപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സെറ്റാക്കുന്നത്. ഇതിവിടെ മാത്രമല്ല കേട്ടോ, അവിടെ അതുണ്ട്. ഇവിടെ ഡക്ക് വീടുണ്ട്. ഇതുണ്ടോ ഡക്ക് വീട് കേട്ടോ, നല്ല സാധനമാണ്. അതേപോലെ ഇതിലുള്ളത് നമ്മൾ വാട്ടർ ക്യാബേജാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുണ്ടോ വാട്ടർ ക്യാബേജ്, ഇതൊക്കെ ഇപ്പോൾ ഇതിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടാതെയാണ് നമ്മളിതാ ഇവിടെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. കേട്ടോ ബ്ലാക്ക് സോൾജർ ഫ്ലൈന് വേണ്ടിയിട്ടുള്ള സെറ്റാണ്. അപ്പോൾ ഇതാട്ടോ നമ്മളെ അസോള സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലൊരു പെട്ടി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത് രണ്ട് നമ്മൾ ആമിറും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ചിലവ് കുറക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കൊടുക്കാൻ ചെയ്യണം. ആമിറും ഉണ്ടേച്ച് കണ്ട നമ്മളെ ആ പാത്രങ്ങൾ അത് ഓൻ്റെ വഴിക്കോ നീക്കുകയാണ്. ഇത് നമ്മളെ കോഴികൾക്ക്, താറാവുകൾക്ക്, കിളികൾക്ക്, കോഴിക്കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാനുള്ളതാണ്. ഇത് വാട്ടർ ക്യാബേജ് സെറ്റാക്കി വരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്ത് പറയുക അസോളയും ഡക്ക് വീടൊക്കെ അതിലുണ്ട്. അതേപോലെ തന്നെ ഇതാ ഡക്ക് വീട്. ഇതൊക്കെ അടിപൊളി സാധനങ്ങളാട്ടോ. ഇതൊക്കെ നമ്മളൊരു ഭാഗം ശരിയാക്കുമ്പോഴത്തേന് മറ്റോ ഓൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ചാമ്പും. ഇതാണ് ആ പാത്രം കൊണ്ട് നിട്ടിക്കണ ബോക്സ്. ഇവിടെ തന്നെ ഉണ്ടോ നമ്മളെ കോഴിക്കോടുള്ളത്. ഏകദേശം അതിനോട് സാമ്യമായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഉണ്ടോ ഇപ്പോൾ കോഴികളിലൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ കോഴീൻ്റെ ഇതാണ്ട അമ്മക്കോഴീനെ നമ്മളിതാ രാവിലെ പുറത്തേക്ക് വിടും. ഇതാണ് നമ്മൾ ആദ്യം വിരിഞ്ഞ കോഴിക്കുട്ടികളാണിപ്പോൾ ഇത്. കണ്ടോ ഒരു കുറച്ചൊക്കെ വലുതായി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതിൻ്റെ ഇത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞിട്ട് വിരിഞ്ഞാണ് നമ്മളെ ബാക്കിയുള്ള കോഴി. അപ്പോൾ അതും ഇതേപോലെ പിരിഞ്ഞിട്ടുണ്ട്. തള്ളാരെ നമ്മൾ പുറത്ത് വിടും. ഇത് നമ്മളെ മുട്ട കോഴികളാട്ടോ. ഓരോ ബാച്ചാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്ത് ഓരോ കോഴികൾ. പൂവന്മാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടകൾക്ക് പൂവന്മാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പേല കെട്ടി കൊടുത്ത് തന്ന് അതൊക്കെ ഓരോ കഴിക്കൽ കഴിഞ്ഞു. നമ്മളെ തീറ്റ കണ്ടോ, തീറ്റ ഏകദേശമൊക്കെ തീർന്നിക്കണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ തീരും. ഇവിടെ നമ്മളിതാ വൈകുന്നേരത്തെ നമ്മളെന്തായാലും ഇവരെ കുട്ടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. രാവിലെ വരെ അങ്ങനെ ഒരു പുറത്ത് കഴിഞ്ഞ് അങ്ങനെ മണ്ണിലത്തൊക്കെ ആയിട്ടാണ് പോകും. വൈകുന്നേരത്തെ നമ്മൾ പേർക്ക് ഇട്ടുകൊടുക്കും ചെയ്യും.
ബാച്ച് ഇതാ അവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മളെ ഒരു ബാച്ച് ഇതാ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളെ മയിൽക്കുട്ടി ഉള്ളത്. കാരണം അതിനെ എല്ലാവരും കൊത്തിയിട്ടേ ഭയങ്കര പേടിയാണ്. വേണ്ട ഒരു ബാച്ച് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ താറാവുകളുണ്ട്. അതൊരു തീറ്റും ഏകദേശം തീർന്നു. അവർ കോളാണ് ഫ്രീ നിൽക്കുന്നത്. എന്നും വെള്ളം മാറ്റിട്ടോ. ഇതിലൊക്കെ നമ്മൾ വെള്ളം കണ്ട ഇങ്ങനെ ഇത് വെള്ളം വെച്ച് കൊടുത്തിട്ടാണ് കണ്ടോ. തീറ്റപ്പാത്രത്തിൽ തീറ്റയൊക്കെ വെക്കുന്നുണ്ട്. ഇവരുണ്ടോ തീറ്റപ്പാത്രത്തിന് തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഏകദേശം ഒരു 4 മണിയോട് കൂടി നമ്മൾ തീറ്റ കൊടുക്കും. എന്താ വെള്ളപ്പാത്രം അവിടെ ഉണ്ട്. ഭയങ്കര പേടി കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കൃഷികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പേർക്ക് ഇല കെട്ടി കൊടുത്തായിരുന്നു. ആ ഇലയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് കുട്ടികൾ വെറുതെ കെട്ടി കൊടുക്കാൻ കേട്ടോ. നമ്മളെ ആമിറും ഇന്നിപ്പോൾ സ്കൂളിലൊക്കെ ലീവല്ലേ, അപ്പോൾ അങ്ങോട്ട് കെട്ടി കൊടുത്തേക്കാരം. അപ്പോൾ നമ്മളെ കോഴികളെ എണ്ണം കുറഞ്ഞിരിക്കണു. ഇനി നമുക്ക് ഈ കുട്ടികളെ അടുത്ത ബാച്ച് ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടി സെറ്റാക്കാണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.